പകരൂ മഹാദൈവമേ മഹാദൈവമേ ആമേൻ മനസ്സലിഞ്ഞു കൃപ പകരൂ സഭയുണരാ ഉണർവയറ്റാം ഉണർന്നു ഞങ്ങൾ ഒരുങ്ങിടട്ടെ സഭയുണരാം ഉണർവയറ്റാം ഉണർന്നു ഞങ്ങൾ ഒരുങ്ങിടട്ടെ ആമേൻ കരിന്തിരികൾ മുറിച്ചു മാറ്റി വിളക്കിൽ നിറച്ചിടുവാൻ കരിന്തിരികൾ മുറിച്ചു മാറ്റി വിളക്കിൽ നിറച്ചിടുവാൻ മഹാദൈവമേ മഹാദൈവമേ മനസ്സലിഞ്ഞു കൃപ പകരൂ മഹാദൈവമേ മഹാദൈവമേ ആമേൻ മനസ്സലിഞ്ഞു കൃപ പകരൂ തലയുയർത്തി ഒരുങ്ങി നിൽക്കാം അളവില്ലാതെ തലയുയർത്തി ഒരുങ്ങി നിൽക്കാം കൃപ അളവില്ലാതെ ഓ എൻ പ്രിയനോ വന്നിടാം ഏകാൽ ഹൃദയാൽ കാത്തിരിക്കാം എൻ പ്രിയനോ വന്നിടാം ഏകാൽ ഹൃദയാൽ കാത്തിരിക്കാം മഹാദൈവമേ മഹാദൈവമേ ആമേൻ മനസ്സലിഞ്ഞു കൃപ പകരൂ മഹാദൈവമേ മഹാദൈവമേ ആമേൻ മനസ്സലിഞ്ഞു കൃപ പകരൂ മണവാളനാം ക്രിസ്തേശുവിന്റെ മണവാട്ടിയായി ഒരുങ്ങി നിൽപ്പാൻ മണവാളനാം ക്രിസ്തേശുവിന്റെ മണവാട്ടിയായി ഒരുങ്ങി നിൽപ്പാൻ മഹാദൈവമേ എന്നേശുനാഥാ കൃപ തരിക മഹാമാരിയാൽ മഹാദൈവമേ എന്നേശുനാഥാ ആമേൻ കൃപ തരിക മഹാമാരിയാൽ മഹാദൈവമേ മഹാദൈവമേ ആമേൻ മനസ്സലിഞ്ഞു കൃപ പകരൂ മഹാദൈവമേ മഹാദൈവമേ ആമേൻ മനസ്സലിഞ്ഞു കൃപ പകരൂ മഹാദൈവമേ മഹാദൈവമേ ആമേൻ മനസ്സലിഞ്ഞു കൃപ പകരൂ ആമേൻ ഹല്ലേലൂയ സ്തോത്രം 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 ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും അലയമായി നിന്നെ കാത്തിടുവാൻ ദൂതന്മാരുണ്ടരികിൽ അലയമായി നിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ സർവശക്തനാം ദൈവം എന്റെ കൂടെയുണ്ടല്ലോ അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ സർവശക്തനാം ദൈവം എന്റെ കൂടെയുണ്ടല്ലോ സകലവും എന്നെ സാധ്യമാകും. വലിയ ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ആമേൻ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും അഭിഷിക്തമാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാമല്ലോ. ആമേൻ സ്തോത്രം. 89-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും, നിന്റെ സിംഹാസനത്തെ തലമുറയോളം ഉറപ്പിക്കും. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടവര് വചനദൂതാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. സ്തോത്രം. 4-ാമത്തെ വാക്യം വളരെ അനുഗ്രഹവും വിശാലവുമായ വാക്യമാണ്. 89-ാം സങ്കീർത്തനത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും പറയുന്നു, ഞാൻ അവൻ്റെ സന്തതിയെ ശാശ്വതമായും
അവൻ്റെ സിംഹാസനത്തെ അവകാശമുള്ള കാലത്തോളം നിലനിർത്തും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും പലതും തകർന്നു പോകുമ്പോൾ, നിലനിൽക്കാൻ കഴിയാതെ പകുതി വഴിയിൽ വെച്ച് ഉടഞ്ഞു പോകുമ്പോൾ, ദൈവം തന്നെ തിരഞ്ഞെടുത്തവരെയും അവരുടെ തലമുറകളെയും മാനിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. 89 സങ്കീർത്തനത്തിനകത്ത് നമ്മൾ പഠിച്ചു വരുമ്പോൾ 29 വാക്യം മുതൽ 36 വാക്യം വരെ നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ അവൻ്റെ സന്തതിയെ ശാശ്വതമായും അവൻ്റെ സിംഹാസനത്തെ അവകാശമുള്ള കാലത്തോളം നിലനിർത്തും. സ്തോത്രം. അവൻ്റെ പുത്രന്മാർ എൻ്റെ പ്രമാണം ഉപേക്ഷിക്കുകയും എൻ്റെ വിധികളെ അനുസരിച്ച് നടക്കാതിരിക്കുകയും എൻ്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ, സ്തോത്രം, ആമേൻ, ഈ ദിവസങ്ങളിൽ തലമുറകൾക്ക് വേണ്ടി അഭിഷിക്തന്മാർ ശക്തമായി പ്രാർത്ഥിക്കണം. ആമേൻ. വചനത്തെ അനുസരിക്കാത്ത ഒരു കൂട്ടം തലമുറകൾ, വചനത്തിൻ്റെ മുമ്പിൽ യഥാസ്ഥാനപ്പെടാത്ത, വചനപ്രകാരം ജീവിതം മുമ്പിലോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു കൂട്ടം തലമുറകളെക്കുറിച്ചാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. എന്നാൽ അവരെക്കാൾ വ്യത്യസ്തമായി കോരോഗിൻ്റെ തലമുറകൾ ദൈവസന്നിധിയിൽ നെടുമ്പാടെ വീണ് കരഞ്ഞതുപോലെ ഈ കാലഘട്ടങ്ങളിൽ അപ്പന്മാർ ചെയ്യുന്ന പ്രവൃത്തിക്ക് സ്തോത്രം, അതനുസരിച്ച് നടക്കാതെ അതിന് എതിരായി നടന്ന ഒരു തലമുറയാണ് കോരോഗിൻ്റെ മക്കൾ. സ്തോത്രം. അതുപോലെ ഒരു കൂട്ടം തലമുറകൾ മുമ്പിലോട്ട് വരണമെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് ഈ പ്രഭാതത്തിൽ പദ്ധതിയുണ്ട്. ഇന്ന് ഈ അവസരം ചിന്തിക്കുമ്പോൾ, ഈ വചനം ചിന്തിക്കുമ്പോൾ തന്നെ ഒത്തിരി തലമുറകൾ മയക്കുമരുന്നിനും ഹാഷിഷിനും മൽച്ചുവാരിറ്റിക്കും തുടങ്ങിയ ഹെയർ ഓയിലിനൊക്കെ അടിമയായിക്കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, നിരവധി കുഞ്ഞുങ്ങൾ പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, നൂറുകണക്കിന് തലമുറകൾ, ആമേൻ, സ്തോത്രം, ആമേൻ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന പിതാക്കന്മാരുടെയും മാതാക്കന്മാരുടെയും തലമുറകൾ വഴിതെറ്റി മയക്കുമരുന്നിനൊക്കെ അടിമയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അറിഞ്ഞോ എന്ന് കേട്ട ദൈവത്തെ അറിഞ്ഞു. സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ടു. തലമുറ അഭിഷേകം പ്രാപിച്ചു ചോദിച്ചാൽ അഭിഷേകം പ്രാപിച്ചു. പക്ഷേ അവർക്ക് ഈ ദൈവത്തെ, ആമേൻ, സ്തോത്രം, ഒരേ സ്വരത്തിൽ ആരാധിക്കാൻ കഴിയാതെ ഞാൻ എന്ന പാപത്തിൽ നടക്കുന്ന ഒത്തിരി തലമുറകളെ കാണാൻ കഴിയുന്നു. സ്തോത്രം. അതിനകത്ത് നിന്ന് കോരോഗിൻ്റെ തലമുറകൾ പുറത്തു വന്ന് പറയുക, ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത അകൃത്യങ്ങൾ ഞങ്ങൾ കണ്ടു. ഈ കാലഘട്ടങ്ങളിൽ തലമുറകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പിതാക്കന്മാർ ചെയ്ത അതിക്രമം അല്ലെങ്കിൽ പാപങ്ങൾ, അതിന് എതിരെ നിൽക്കാൻ ഈ കാലഘട്ട തലമുറകൾ തയ്യാറാകണം. അതാ ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ആമേൻ, ഞാൻ അവൻ്റെ സന്തതിയെ ശാശ്വതമായും അവൻ്റെ സിംഹാസനത്തെ അവകാശമുള്ള കാലത്തോളം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആകാശമുള്ള കാലത്തോളം, ആമേൻ, നിലനിർത്തും. ആമേൻ, സ്തോത്രം, നിലനിർത്തുന്ന ഒരു ദൈവം. ആമേൻ. പലപ്പോഴും നിലനിർത്താൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിലനിൽക്കാൻ കഴിയാതെ, സ്തോത്രം, സ്വന്തം ഇച്ഛപ്രകാരം നടക്കുന്ന ഒത്തിരി തലമുറകളുണ്ട്. ആർക്കും കീഴ്പ്പെടാതെ, അഭിഷിക്തന്മാർക്ക് കീഴ്പ്പെടാതെ, ആമേൻ, സ്വന്തം പിതാക്കന്മാർക്ക് കീഴ്പ്പെടാതെ, പ്രൈസ് ദി ലോർഡ്, മുമ്പിലോട്ട് സഭയ്ക്ക് കീഴ്പ്പെടാതെ പോകുന്ന നൂറുകണക്കിന് തലമുറകളുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടം ദുഷ്കരമേറിയ കാലഘട്ടമാണ്. നേതൃത്വത്തിൽ കീഴ്പ്പെട്ടു പോകുന്ന തലമുറകൾ എന്നേക്കും, ആമേൻ, ശാശ്വതമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ കാലഘട്ടം വളരെ ദുഷ്കരമേറിയ കാലഘട്ടമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ച കുറിവാക്ക് ഇങ്ങനെയാണ്: നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ആമേൻ. ഇപ്പോൾ നിൽക്കുന്നത് സ്ഥിരമായല്ല നിൽക്കുന്നത്. ഇപ്പോൾ ആമേൻ, സ്വന്തം സ്വാർത്ഥതയുടെ, സ്വന്തം ഇച്ഛപ്രകാരം തലമുറകൾ മുൻപിലോട്ട് കടന്നു പോകുന്ന നിലയിലായി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നേക്ക് നിന്റെ സന്തതിയെ, എന്നെ കേൾക്കുന്ന പിതാവേ,
എന്നെ കേൾക്കുന്ന മാതാവേ, നിങ്ങളുടെ തലമുറകൾ നിങ്ങളുടെ ലൈനിലാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? അല്ലയോ അവരുടെ ലൈനിൽ കൂടെയാണോ പിതാവേ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? സ്തോത്രം. എങ്കിൽ ആമേൻ, ദൈവാത്മാവ് പറയുന്നു നിന്റെ സന്തതിയെ, സ്തോത്രം, ആമേൻ, പിതാവേ നിന്നോടാ പറയുന്നത്, നിന്റെ സന്തതിയെ ഞാൻ എന്നേക്ക് സ്ഥിരപ്പെടുത്തും. നീ പറയുന്ന പിതാവേ, നിങ്ങൾ പറയുന്നത് കേട്ട്, നിങ്ങൾ ഉപദേശിക്കുന്നത് കേട്ട് മുൻപിലോട്ട് പോകുവാൻ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളെ തലമുറകളെ ദൈവം സ്ഥിരപ്പെടുത്തുമെന്ന. സ്തോത്രം. ഹല്ലേലൂയ. 1-ാം വാക്യം പറയുന്നു, തലമുറ തലമുറയോളം എൻ്റെ വായ് കൊണ്ട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. സ്തോത്രം. ഹല്ലേലൂയ. തലമുറ തലമുറയോളം. ആമേൻ. ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കണം തലമുറയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. ആമേൻ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആമേൻ അഭിഷക്തന്മാരെ, അഭിഷക്തമാരെ, എന്നെ കേൾക്കുന്ന സ്തോത്രം ദൈവജനമേ, വിദേശത്തും സ്വദേശത്തും പല രാജ്യത്തും പട്ടണത്തും ഇരുന്ന് കേൾക്കുന്ന എല്ലാവരോടും ദൈവത്തിൻ്റെ ആത്മാവ് ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നു, ഈ നാളുകളിൽ ആമേൻ സ്തോത്രം എന്നേക്ക് സ്ഥിരപ്പെടുത്തുന്ന ഒരു ദൈവം നിങ്ങളുടെ നടുവിലുണ്ട്. ആമേൻ. നിന്റെ സിംഹാസനത്തെ തലമുറ തലമുറയോളം ആമേൻ ഉറപ്പിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തലമുറ തലമുറയോളം. ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ വചനത്തിനകത്തളങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 34-ാമത്തെ വാക്യം. ആമേൻ. സ്തോത്രം. അവിടെ വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ ആമേൻ ആ സുവിശേഷം കുഞ്ഞെ ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ, ദൈവത്തിൻ്റെ അഭിഷക്തമാർ ആമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി മുഴങ്കാൽ മടക്കുമ്പോൾ അതിനകത്ത് ആമേൻ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ പകൽക്കാലം സ്തോത്രം ചെയ്യാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 34-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, പുരുഷൻ ആമേൻ പുരുഷാരം അവനോട് ക്രിസ്തു എന്നേക്കും ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്ന് ഞങ്ങൾ ആമേൻ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തെഴുന്നേൽക്കേണ്ടതിന് നീ ആമേൻ പറയുന്നത് എങ്ങനെ? ഈ മനുഷ്യപുത്രൻ ആർ എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ കൂടി വന്ന ജനത്തിന് ആമേൻ പ്രൈസ് ദി ലോർഡ് ഒരു വലിയൊരു ആമേൻ പരിഭ്രാന്തി അവിടെ ആമേൻ മുമ്പിലോട്ട് വരികയാണ്. ആമേൻ ജനത്തിനിടയിൽ ഭയവും പേടിയൊക്കെ മുമ്പിലോട്ട് വന്നു. പക്ഷേ അവിടെ ആമേൻ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുൻപേ വന്നു. കണ്ടോ, അവിടെ ഒരു ഉയർപ്പ് സംഭവിക്കാൻ ചില ആമേൻ ഘട്ടങ്ങളിൽ കർത്താവ് ചില ഉയർപ്പിൻ്റെ ശബ്ദം കുടുംബങ്ങളിലേക്ക് ദൈവം അയക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മരണങ്ങളെ മാറ്റാൻ എൻ്റെ കർത്താവിന് ഇന്ന് പകൽക്കാലം കഴിയുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. എൻ്റെ സന്തതിയെ ഉറപ്പിക്കുന്ന, എൻ്റെ സ്ഥാനമാനങ്ങളെ ദൈവം തന്നതിനെ ഉറപ്പിക്കുന്ന, ദൈവത്തിൻ്റെ വലിയ മഹത്വം കണ്ട് സന്തോഷിപ്പിക്കുന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവ പൈതലേ, ഹല്ലേലൂയ. ദൈവത്തിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9:7 ആമേൻ. ലൂക്കായുടെ സുവിശേഷം ആമേൻ സ്തോത്രം പ്രൈസ് 1-ാമത്തെ അധ്യായത്തിന് 32-ാമത്തെ വാക്യവും 33-ാമത്തെ വാക്യം കൂടെ ചേർത്ത് ദൈവജനം പഠിക്കുമ്പോൾ അതിനകത്തൊരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടും. പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ദൈവം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം, കൃപയിൽ പൊതിയണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.